ജഗൻ മൂവീസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് 2004 പുറത്തിറങ്ങിയ സെല്ലുലാർ എന്നൊരു ത്രില്ലർ മൂവിനെ കുറിച്ചാണ്. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആട്ടോ സജസ്റ്റ് ചെയ്തേ. കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. എന്നാൽ പിന്നെ ഇതങ്ങ് ചെയ്തേക്കാന്ന് വെച്ചു. ഇതിലെ നായകൻ നമ്മുടെ ക്രിസ് ഇവൻസ് തന്നെയാട്ടോ. അയാൾ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ചെയ്യുന്നതിന് മുമ്പൊക്കെയുള്ള പടം. ഈ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ, ഇതിലെ നായകൻ്റെ മൊബൈലിലേക്ക് ഒരു റോങ് നമ്പർ കോള് വരുവാ. തന്നെ ആരോ തട്ടിക്കൊണ്ടു പോയേക്കാ, സഹായിക്കണമെന്നും പറഞ്ഞ്. ആദ്യം കേൾക്കുമ്പോൾ തന്നെ ആരോ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതാണെന്നാ അവന് തോന്നുന്നേ. എന്നാൽ പിന്നീട് അങ്ങോട്ട് അതങ്ങനെയല്ല എന്നവന് മനസ്സിലാവും. തുടർന്ന് അവൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അവൻ ഇവനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങാം. അപ്പോൾ ഇവൻ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. അപ്പം ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല, നേരെ സിനിമയിലേക്ക് പോവാണ്. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. എന്നാൽ പിന്നെ മൂവിയിലോട്ട് പോവാം. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോയിൻ ജെസിക്കനെയാണ്. അവളുടെ മകനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടാൻ പോകുന്നതാണ് കേട്ടോ. പിന്നെ ആളൊരു ബയോളജി ടീച്ചർ കൂടിയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി മകൻ ചോദിക്കുന്നുണ്ട്, അമ്മേ അടുത്ത വർഷം ഞാൻ ഹൈസ്കൂളിലെത്തും, അപ്പോൾ അമ്മ എന്നെ പഠിപ്പിക്കൂലേ? പിന്നെ പഠിപ്പിക്കാതെ? ഹോ, അത് ഭയങ്കര ശോകായിരിക്കുമല്ലോ. അതെന്താടാ? അല്ല, അമ്മ എപ്പോഴും എന്നോട് ചോദ്യം ചോദിക്കില്ലേ, ആദ്യം നീ UP ജയിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് അമ്മ അവനെ കളിയാക്കിക്കൊണ്ട് ബസ്സിൽ കയറ്റി വിടാട്ടോ. ശേഷം ജെസിക്ക വീട്ടിൽ ചെന്ന് വേലക്കാരോട് സംസാരിച്ച് അവളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് 3-4 പേർ വീടാക്രമിച്ച് അകത്തേക്ക് കയറാ. എന്നിട്ടവർ ആ വേലക്കാരെയും കൊന്ന് അവളെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകും. ശേഷം ആ കിഡ്നാപ്പേഴ്സ് അവളെ അവർ താമസിക്കുന്ന വീടിന്റെ മുകളിലുള്ള ഗോഡൗൺ പോലത്തെ റൂമിൽ പൂട്ടിയിട്ട് അവിടെ നിന്ന് പോവാ. എന്നാൽ പെട്ടെന്ന് ആ കൂട്ടത്തിലെ നേതാവ് ഏതൻ വീണ്ടും അകത്തേക്ക് കടന്നു വരും. എന്നിട്ട് അവളെ ഒരു വടി കൊണ്ട് അടിക്കാനായിട്ട് ഓങ്ങാ. അവളപ്പോൾ പേടിച്ച് നിലവിളിക്കുന്നുണ്ട്. എന്നാൽ അവൻ അടിച്ച് തകർക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ലാൻഡ് ലൈൻ ആയിരിക്കും. ശേഷം അവൻ അവിടെ നിന്ന് പോവും. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ഈ സിനിമയിലെ ഹീറോ റയാനെയാ. അവൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം വീക്കെൻഡ് അടിച്ച് പൊളിക്കാൻ ഒരു ബീച്ച് സൈഡിലേക്ക് വന്നേക്കാ. അവിടെ വെച്ച് റയാൻ അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ കാണാം. രണ്ടുപേരും ഇപ്പോൾ ഒരു ബ്രേക്കപ്പിന്റെ പാതയിലാ. അപ്പോൾ അവൻ ഫ്രണ്ടിനോട് ചോദിക്കും, എടാ ഞാൻ അവളോട് പോയി ഒന്നുകൂടി ഒന്ന് സംസാരിക്കട്ടെ, നിനക്ക് നാണാവില്ലേ? അവൾ നിന്നെ വേണ്ടാന്ന് വെച്ച് പോയതല്ലേ, പിന്നെ എന്തിനാ ഈ പട്ടീനെ പോലെ മണം പിടിച്ച് ചെല്ലണേ? എന്നാ ശരി, ഞാൻ പോളിടാ എന്നവൻ പറയാ. എന്നാ ഫ്രണ്ടിന്റെ കണ്ണ് തെറ്റിയതും അവൻ അവളുടെ അടുത്തേക്ക് ഓടാ. അവളും ഫ്രണ്ട്സിന്റെ ഒപ്പം ആയിരിക്കും കേട്ടോ അവിടേക്ക് വന്നേക്കുന്നേ. അവൻ അവിടെ ഒന്ന് മിണ്ടിക്കഴിയുമ്പോൾ അവർ രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കാം. അപ്പോൾ അവൻ, നീ എന്താ ഗ്ലൂ, ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? നമ്മൾ ബ്രേക്കപ്പ് ആയില്ലേ റയൻ, പിന്നെ എന്തിനാ ഞാൻ നിന്റെ ഫോൺ എടുക്കുന്നേ? എടി, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സംസാരിച്ച് തീർക്കാതെ. എന്ത് സംസാരിക്കാനാ റയാൻ? നിനക്കെപ്പോഴും ഒരു ഉത്തരവാദിത്വമില്ല, എല്ലാം കുട്ടിക്കളിയാ. അങ്ങനെയുള്ള ഒരാളെ ഞാൻ എങ്ങനെയാ ലൈഫ് മുന്നോട്ട് പോണേ? ബ്ലൂ, നീ എനിക്ക് ഒരു ചാൻസ് കൂടി താ. എന്നിട്ട് നീ പറ, ഒരു ചാൻസ് എന്നാ നീ നന്നാവോ? ഉറപ്പായിട്ടും. ശരി, എന്നാ എൻ്റെ ഈ പെട്ടി എൻ്റെ ഓഫീസിലൊന്ന് എത്തിക്കാപ്പോ. ഇത് വളരെ അർജന്റായിട്ട് അവിടെ എത്തിക്കേണ്ട ഒരു സാധനം. ഓ, ഇതാണ് അത്ര വലിയ കാര്യം? അതിനെന്താ, ഞാൻ എത്തിക്കാന്ന് പറഞ്ഞ് അവൻ വേഗം പോയി വണ്ടി എടുത്തുകൊണ്ട് വന്ന് അതുമായിട്ട് അവളുടെ ഓഫീസിലോട്ട് പോവാ. അവിടെ നിന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് റൂമിൽ അടച്ചിട്ടിരിക്കുന്ന ജെസിക്കനെയാണ്. അവളെ എന്തിനാണ് തട്ടിക്കൊണ്ടു പോയത്, എന്താണ് അവരുടെ മോട്ടീവ് എന്നൊന്നും അവൾക്കറിയില്ല. അവൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്നപ്പോൾ രക്ഷപ്പെടണമെന്ന് തോന്നാം. അതിനായിട്ട് അവൾ ആ തകർക്കപ്പെട്ട ഫോൺ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ നോക്കാം. അവളുടെ നിരന്തരമായ പരിശ്രമത്തിന് ശേഷം ആ ഫോൺ കണക്ട് ആവാ. അത് മറ്റാർക്കുമല്ല, നമ്മുടെ റയാനായിരിക്കും കണക്ട് ആവുന്നത്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മലയാള സിനിമ ഓർമ്മ വന്നോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ ജെസിക്ക തന്നെ ആരോ കിഡ്നാപ്പ് ചെയ്തേക്കാണെന്നും ഫോൺ തകർക്കപ്പെട്ടതിനാൽ ആകെ വിളിക്കാൻ കഴിയുക തന്നെ മാത്രമാണെന്നൊക്കെ പറയാ. ഇതൊക്കെ കേൾക്കുമ്പോൾ റയാന് ഒരു പ്രാങ്ക് കോളായിട്ടാ തോന്നണേ. എന്നാൽ അവൾ ഈ ഫോൺ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പോണ വഴിയായതുകൊണ്ട് കൊടുക്കാന്ന് പറയാ. അങ്ങനെ റയാൻ ആ ഫോണുമായി പോലീസ് സ്റ്റേഷനിലെത്തും. അവിടെ ചെന്ന് മോണി എന്ന പോലീസുകാരനെ കാണുക. ശേഷം റയാൻ അയാൾക്ക് ആ ഫോൺ കൈമാറും. അപ്പോൾ ജെസിക്ക അയാളോട് എല്ലാ കാര്യങ്ങളും പറയാ. എന്നാൽ ഈ സമയം പോലീസ് സ്റ്റേഷനിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവുക. അതോടെ മോണി ഈ ഫോൺ 4th ഫ്ലോറിലുള്ള ഓഫീസറിൻ്റെ അടുത്തൂടെ കൊടുക്കാൻ റയാനോട് പറയാം. ഉടനെ റയാൻ 4ാമത്തെ നിലയിലേക്ക് പോവാ. എന്നവൻ ഓരോ നില കയറുമ്പോഴും ഫോൺ കത്താവുന്ന പോലുള്ള ഡിസ്റ്റർബൻസ് അവനുണ്ടാവുക. അതോടെ അവൻ അവിടെ തന്നെ നിൽക്കും. ഈ സമയം നമ്മുടെ വില്ലൻ ഏതൻ വീണ്ടും ജെസിക്കയുടെ റൂമിലേക്ക് വരുക. ഇത് മനസ്സിലാക്കിയവൾ ഫോൺ നിലത്ത് വെച്ചിട്ടുണ്ടാവും. ശേഷം അവിടേക്ക് വന്ന ഏതൻ ജെസിക്കയെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ച് അവിടെയുള്ള തൂണിലേക്ക് ചേർത്ത് നിർത്തും. എന്നിട്ട് കുറെ കാര്യങ്ങൾ ചോദിക്കുക. എന്നാൽ അതേക്കുറിച്ചൊന്നും അവൾക്കറിയില്ലായിരുന്നു. അവസാനം ഏതൻ, നിന്റെ ഭർത്താവ് എന്തെന്ന് ചോദിക്കും. അതിന് അവൾ എനിക്കറിയില്ല എന്ന് ഉത്തരം പറയും. അപ്പോൾ ഏതൻ, നിന്റെ മകൻ സ്കൂളിൽ തന്നെയല്ലേ ഉള്ളേ, അവനെ ഞങ്ങളങ്ങോട്ട് പൊക്കാം. അപ്പോൾ നിനക്ക്
ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരവൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോവാ. ഈ സമയം റയാൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതോടെ ജെസ്സിക്ക പറയുന്നതെല്ലാം സത്യമാണെന്ന് അവന് മനസ്സിലായി. അതുപോലെ ഏതൻ മുറിയിൽ പോയതും ജെസ്സിക്ക വീണ്ടും ഫോൺ എടുത്ത് റയാനോട് സംസാരിക്കുക. അവർ സ്കൂളിലെത്തുന്നതിന് മുമ്പ് പോയി തൻ്റെ മകനെ രക്ഷപ്പെടുത്താൻ അവൾ റയാനോട് പറയും. ഇതോടെ റയാൻ തൻ്റെ എല്ലാ പ്രോഗ്രാംസും മാറ്റിവെച്ച് അവരെ സഹായിക്കാനായിട്ട് ഇറങ്ങാം. എന്നാൽ റയാൻ അവിടെ ചെല്ലുമ്പോഴേക്കും സ്കൂൾ വിട്ടിരിക്കും. അപ്പം റയാൻ ജെസ്സിക്കയോട് മകനെ തിരിച്ചറിയാൻ എന്തെങ്കിലും അടയാളം പറയാം. അപ്പോൾ അവൻ അവൻ്റെ ബാഗിൻ്റെ പുറകിൽ ലോഡ് ഓഫ് റിങ്സ് എഴുതി അതിൻ്റെ ഒരു പടവും ഉണ്ടാവുമെന്ന് പറയാം. ഉടനെ റയാൻ അത് വെച്ച് അവനെ തിരയാ. ഒടുവിൽ കണ്ടെത്തി അവനെ റിക്കി എന്ന് വിളിച്ച് അവൻ്റെ അടുത്ത് വരുമ്പോഴേക്കും അവനെ ആ കിഡ്നാപ്പേഴ്സ് ഒരു കാറിൽ വന്ന് തട്ടിക്കൊണ്ട് പോവാ. അപ്പോൾ റയാൻ അവിടെ കിടന്ന സെക്യൂരിറ്റിക്കാരൻ്റെ വണ്ടി എടുത്ത് അവരുടെ പുറകെ പോകുന്നുണ്ട്. അങ്ങനെ അവൻ പുറകെ പോകുന്നതിനിടയിൽ ഫോണിൻ്റെ ബാറ്ററി ലോ എന്ന് എഴുതി കാണിക്കാം. ചാർജ് തീർന്ന പിന്നെ ഫോൺ കണക്ട് ആയില്ലെങ്കിലോ എന്ന് ഓർത്ത് അവൻ വേഗം ഒരു മൊബൈൽ കടയിലേക്ക് പോകും. എന്ന് അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര തിരക്ക്. ക്യൂ നിന്ന് വന്നാലേ സർവീസ് ലഭിക്കുമെന്നൊക്കെ പറയാം. റയാൻ എന്ത് പറഞ്ഞിട്ടും അവൻ സമ്മതിക്കുന്നില്ല. വേറെ നിവർത്തിയില്ലാതെ റയാൻ സെക്യൂരിറ്റിക്കാരൻ്റെ കാറിൽ ചെന്ന് അവൻ്റെ തോക്കെടുത്തുകൊണ്ട് വരാ. എന്നിട്ട് മുകളിലേക്ക് ഇട്ടൊന്ന് പൊട്ടിച്ച് അവിടെ ഒരു സീൻ ഉണ്ടാക്കാം. ഉടനെ അവിടെയുള്ള എല്ലാവരും പേടിച്ച് മാറും. പിന്നെ എവിടെ നിന്നോ ഒരുത്തൻ അവന് വേണ്ട ചാർജർ എടുത്തു കൊടുക്കുക. അപ്പോൾ റയാൻ അതിൻ്റെ ക്യാഷ് ഓടെ വെച്ച് ഒട്ടും സമയം കളയാതെ അവിടുന്ന് പോകും. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ആ പോലീസുകാരൻ മോണിയാ. അവൻ 4th ഫ്ലോറിലെ പോലീസുകാരോട് അന്വേഷിക്കുമ്പോൾ താൻ പറഞ്ഞിട്ടാരും അങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറയും. അപ്പോൾ അവന് ഇത് ഫേക്കായിട്ട് തോന്നും. എന്നാലും പേരും അഡ്രസ്സും അവൻ എഴുതി വെച്ചതിനാൽ ഒന്ന് പോയി നോക്കാമെന്ന് കരുതി അവൻ അങ്ങോട്ട് പോവാ. അങ്ങനെ അവിടെ ചെന്ന് ബെല്ലടിക്കുമ്പോൾ ഒരു ലേഡി വന്ന് വാതിൽ തുറന്ന് ആരാന്ന് ചോദിക്കും. എൻ്റെ പേര് മോണി, ഒരു പോലീസ് ഓഫീസറാ. ഇവിടെ ജെസീക്ക് എന്ന് പറഞ്ഞ ആളെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന് ഒരാൾ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞു. അതൊന്നും അന്വേഷിക്കാന്ന് കരുതി വന്നതാ. ജെസീക്കേനെയോ? അയ്യോ, അത് ഞാനാ. ഓഹോ, എങ്കിൽ എന്നാരോ പറ്റിച്ചതാന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാ. അവളുടെ സംസാരത്തിലും അവനപ്പോൾ ഒരു സംശയവും തോന്നിയില്ലാട്ടോ. അപ്പം ഈ മോണി പോകുന്നത് ആ ലേഡി ഒളിഞ്ഞിരുന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവളും ഏവന്റെ ഗ്യാങ്ങിലെ ഒരാളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഏവൻ വീണ്ടും ജെസ്സിക്കയുടെ അടുത്ത് വന്നേക്കുന്നതാ. എന്നിട്ട് അവൻ ചോദിക്കും, ഈ ലെഫ്റ്റ് ഫീൽഡ് എന്ന് പറയുന്ന സ്ഥലം ഏതാണെന്ന്. എനിക്കറിയില്ലെന്നായിരിക്കും അവളുടെ മറുപടി. ഉടനെ ഏതൻ്റെ അടുത്ത ചോദ്യം, നിന്റെ ഭർത്താവ് ക്രേക്ക് എവിടെയാണെന്നെങ്കിലും നിനക്കറിയോ? അതിനും അവളുടെ ഉത്തരം അറിയില്ല എന്നായിരിക്കും. അപ്പോൾ ഏതൻ, എങ്കിൽ നിന്നെ കൊണ്ട് പറയിക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞ് അവളുടെ മകനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അവളെ കാണിക്കുക. എന്നിട്ട് മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ അവരെ കൊല്ലുമെന്ന് പറയും. ഇതോടെ അവൾ പതിയെ പറയാൻ തുടങ്ങി. ലെഫ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ലാക്സ് എയർപോർട്ടിലുള്ള ഒരു ബാറിൻ്റെ പേരാ. എൻ്റെ ഭർത്താവ് മിക്കപ്പോഴും വൈകുന്നേരങ്ങളിൽ അവിടെ പോവാറുണ്ട്. ഉടനെ ഏതനും കൂട്ടിനും വണ്ടിയെടുത്ത് അവിടേക്ക് പോവാ. അവർ പോയതും ജെസ്സിക്ക് ഫോൺ എടുത്ത് റയാനോട് തൻ്റെ ഭർത്താവിനെങ്കിലും രക്ഷിക്കണമെന്ന് പറയാം. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കോൾ ഡിസ്റ്റർബ് ആവാ. വേറെ ആരുടെയോ കോൾ കൂടി ഇതിലേക്ക് കയറി വരുന്നു. ആ കോൾ റയാൻ്റെ സൈഡിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഒരു അഡ്വക്കേറ്റിൻ്റെ കോളായിരിക്കും അത്. അയാളാണെങ്കിൽ അമ്മയോട് ഫോണിലൂടെ വഴക്കിട്ട് വന്നിരിക്കുകയായിരിക്കും. 2 കോളും കയറിയിറങ്ങി വരുന്നതുകൊണ്ട് റയാന് പിന്നീട് അങ്ങോട്ട് ഒന്നും മനസ്സിലാവുന്നുണ്ടായില്ല. അപ്പോൾ റയാൻ, ഷടാ ഇതെവിടെന്നാ ഈ കോള് കയറി വന്നതെന്നും പറഞ്ഞ് അവൻ ചുറ്റും നോക്കുമ്പോൾ അവൻ അഡ്വക്കേറ്റിനെ കാണാം. ഉടനെ റയാൻ അവൻ്റെ വണ്ടി ആ അഡ്വക്കേറ്റിൻ്റെ കാറിന് വട്ടം വെച്ച് അയാളുടെ ഫോൺ തരാൻ പറയും. ഈ സമയം റയാൻ്റെ വണ്ടി മറ്റൊരു വണ്ടി ഒന്ന് ഇടിച്ച് തെറിപ്പിക്കുക. അപ്പോൾ റയാൻ, സോറി, എനിക്ക് നിൻ്റെ ഫോൺ മാത്രമല്ല വണ്ടിയും കൂടി വേണമെന്ന് പറയും. അവൻ തരില്ല എന്ന് പറയുമ്പോൾ ആ സെക്യൂരിറ്റി ഗാർഡിൻ്റെ തോക്ക് കാണിച്ച് വരട്ടി വണ്ടിയും ഫോണുമായി അവൻ അവിടുന്ന് പോകും. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എയർപോർട്ടിലെത്തിയ റയാനെയാ. ഈ സമയം തന്നെ ഏതൊരു കൂട്ടരും അവിടെ എത്തൂട്ടോ. അത് റയാൻ കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു പണി കൊടുക്കാൻ റയാൻ ആ സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ അടുത്ത് വെച്ച് തൻ്റെ കയ്യിലുള്ള ഗൺ ഏതൻ്റെ കോട്ടിൽ ആരും കാണാതെ ഒളിപ്പിക്കുക. അവൻ പ്രതീക്ഷിച്ചതുപോലെ സെക്യൂരിറ്റി ഗാർഡ്സ് ഏതിനെയും സംഘത്തെയും പിടിക്കും. അപ്പോഴാണ് അവൻ ഞെട്ടിക്കുന്ന ഒരു കാര്യം അറിയുന്നത്. ഏതിനും കൂട്ടരും പോലീസുകാരാണ്. ഇതോടെ ഇതൊരു നിസ്സാര കളിയില്ലെന്ന് റയാനും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ റയാൻ വേഗം ലെഫ്റ്റ് ഫീൽഡിൽ പോയി ജെസ്സിക്ക പറഞ്ഞ അടയാളമൊക്കെ വെച്ച് അവളുടെ ഹസ്ബൻഡിൻ്റെ തിരയാ. അങ്ങനെ തെരച്ചിലിനിടയിൽ ജെസ്സിക്ക പറഞ്ഞ അടയാളമൊക്കെയുള്ള ഒരാളെ റയാൻ കണ്ടെത്താം. എന്നാൽ അവനത് ആൾ മാറിപ്പോയതായിരിക്കും. അത് മനസ്സിലാക്കി അവൻ തിരികെ വരുമ്പോഴേക്കും ജെസ്സിക്കയുടെ ഭർത്താവ് ക്രേക്കിനെ ഏതൻ കണ്ടുപിടിച്ചിരിക്കും. എന്നാൽ ഇനി അവരെ ഫോളോ ചെയ്ത് ജെസ്സിക്കനെ ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാമെന്ന് വെച്ച് അവൻ കാർ എടുക്കാൻ പോകുമ്പോൾ റോങ് സൈഡിൽ പാർക്ക് ചെയ്യുന്നതിന് അവൻ്റെ കാർ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോവാ. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ പോലീസുകാരൻ മോണിയുടെ വീടാട്ടോ. അവിടെ അയാൾ ഭാര്യയോടൊപ്പം ഫേഷ്യലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ TV-യിൽ ഒരു ന്യൂസ് കാണാം. ഒരു മൊബൈൽ കടയിലേക്ക് വന്ന യുവാവ് ചാർജർ വേഗം കിട്ടുന്നതിന് വേണ്ടി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി എന്നുള്ളത്. ഒപ്പം മറ്റൊരു വാർത്തയും കൂടിയുണ്ട്. ഇതേ പയ്യൻ തന്നെ ഒരു അഡ്വക്കേറ്റിൻ്റെ കാറും ഫോണും എടുത്തുകൊണ്ട് പോയിന്ന്. അപ്പോൾ അഡ്വക്കേറ്റ് TV-യിലൂടെ പറയുന്നുണ്ട്,
ജെസ്സിക്ക് എന്ന പെണ്ണെ ആരോ തട്ടിക്കൊണ്ട് പോയെന്നോ അവരുടെ ഫോൺ എൻ്റെ ഫോണിലേക്ക് വരുന്നുണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ്റെ കാറും ഫോണും എടുത്തുകൊണ്ട് പോയത്. അപ്പം മോണിക്ക് ഇത് തൻ്റെ അടുത്ത് വന്ന പയ്യൻ തന്നെയാണെന്ന് മനസ്സിലാവാ. ഉടനെ മോണി ജെസ്സിക്കയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്യാ. എന്നാൽ കോൾ പോണത് ലാൻഡ് ലൈനിലെ വോയിസ് മെസ്സേജ് സെക്ഷനിലേക്കായിരിക്കും. അതിൽ ജെസ്സിക്കയുടെ ശബ്ദം കേട്ടതും താൻ നേരത്തെ കണ്ടത് ജെസ്സിക്കല്ലെന്ന് അവന് മനസ്സിലാവാ. ഈ സമയം ഏതൻ ക്രേക്കിനെ പിടിച്ച് ജെസ്സിക്കയുടെ അടുത്ത് എത്തുക. എന്നിട്ട് അവനോട് ആ വീഡിയോ ടേപ്പ് എവിടെയെന്ന് ചോദിക്കും. അവൻ ഒന്നും മിണ്ടില്ല. അപ്പോൾ ഏതൻ, നീ പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഭാര്യയും മകനെ നിന്റെ മുന്നിലിട്ട് കൊല്ലൂന്ന് പറയും. അതോടെ അവൻ പറയാന്ന് പറയാ, ആ വീഡിയോ ടേപ്പ് ഞാൻ ബാങ്ക് ലോക്കറിലാണ് വെച്ചിരിക്കുന്നത്. നിനക്കത് വേണമെങ്കിൽ എന്നെ ജീവനോട് അവിടെ കൊണ്ടുപോകണം. പിന്നെ നമ്മൾ കാണുന്നത് ഏതൻ ഗ്രേക്കിനെയും കൂട്ടി ആ ബാങ്കിൽ വന്നേക്കുന്നതാ. അതേസമയം ജെസ്സിക്കയിൽ നിന്നും വിവരം ലഭിച്ച റയാനും അവിടെ എത്തുന്നുണ്ടോ. ശേഷം ക്രേക്ക് ലോക്കറിൽ നിന്നും ടേപ്പ് കൊടുത്തു വരുമ്പോൾ റയാൻ എല്ലാവരെയും ആക്രമിച്ച് ആ ടേപ്പ് കൊടുത്ത് ഓടാ. കാരണം ആ ടേപ്പ് അവരുടെ കയ്യിൽ കിട്ടിയാൽ ജെസ്സിക്കയും കുടുംബത്തെയും കൊന്നുകളയുമെന്ന് അവൻ അറിയായിരുന്നു. എന്നാൽ ടേപ്പുമായി ഓടിയ റയാൻ്റെ പുറകെ ഏതെങ്കിലും കൂട്ടരും പോകുന്നുണ്ടോ. പിന്നെ കാണുന്നത് ഭീകരമായ ഒരു ചേസിങ്ങാ. അപ്പോൾ ആ ചേസിങ്ങിനിടയിൽ റയാൻ ജെസ്സിക്കുമായി കോണ്ടാക്ട് ചെയ്തിരുന്ന ആ ലോയറുടെ ഫോൺ നിലത്ത് വീണ് പൊട്ടാ. അതോടെ ഇനി എന്ത് ചെയ്യണമെന്ന് കരുതി അവൻ പകച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ പുറകെ അവർ വരുന്നതിനാൽ അവൻ വീണ്ടും അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. അങ്ങനെ ഒരു വിധത്തിൽ ഓടി റയാൻ ഒരു ടാക്സിയിൽ കയറി രക്ഷപ്പെടാ. എന്നിട്ട് ആ ടാക്സിക്കാരനോട് ഈ നോ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്യുന്നവരുടെ വണ്ടി പിടിച്ചുകൊണ്ടുപോണ സ്ഥലത്തേക്ക് വിടാൻ പറയാ. അവിടെ തൻ്റെ കയ്യിൽ നിന്ന് പിടിക്കപ്പെട്ട ആ ലോയറുടെ കാർ ഉണ്ടാവുമെന്നും അതിൽ ജെസ്സിക്കുമായി കണക്ട് ചെയ്തിട്ടുള്ള തൻ്റെ ഫോണുള്ള കാര്യവും അവൻ ഓർമ്മ വരും. ഇതിനിടയിൽ ആ വീഡിയോ ടേപ്പിൽ എന്താണെന്ന് അവൻ പ്ലേ ചെയ്ത് നോക്കുന്നുണ്ടോ. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സംഭവം അവൻ കാണുന്നത്. റിയൽ എസ്റ്റേറ്റ് ജോലിക്കാരനായ ക്രേക്ക് തൻ്റെ ജോലി സംബന്ധമായി ഒരു വീഡിയോ എടുക്കുന്നതിനിടെ യാദൃശ്ചികമായി കിട്ടിയതായിരുന്നു ഇത്. അതിൽ ഏതനും അവൻ്റെ കൂടെയുള്ള പോലീസുകാരും ചേർന്ന് 2 മയക്കുമരുന്ന് ഡീലേഴ്സിനെ പിടികൂടി അവരെ കൊന്ന് അവരുടെ കയ്യിലുള്ള പണവും മയക്കുമരുന്നും എടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് നോ പാർക്കിങ്ങിന്റെ യാർഡിൽ എത്തിച്ചേർന്ന റയാനെയാ. അപ്പോൾ ആ അഡ്വക്കേറ്റും അവൻ്റെ കാർ ഇറക്കാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ട്. അയാൾ ക്യാഷൊക്കെ അടച്ചു വരുമ്പോഴേക്കും റയാൻ ആ വണ്ടി എടുത്ത് ഒറ്റ പോക്കവും. ശേഷം അവൻ്റെ ഫോൺ അതിൽ നിന്ന് അവൻ തപ്പിയെടുക്കുക. അതിൽ കോൾ കട്ടായിട്ടില്ല എന്ന് കാണുമ്പോൾ അവന് സന്തോഷമാവും. അതേസമയം നമ്മുടെ പോലീസുകാരൻ മോണി വീണ്ടും ജെസ്സിക്കയുടെ വീട്ടിലെത്താ. വീട്ടിൽ വിളിച്ചിട്ട് യാതൊരു അനക്കവും ഇല്ലാത്തതുകൊണ്ട് അവൻ പതിയെ വീണ്ടും അകത്തേക്ക് കയറാ. അപ്പോൾ അതിനകത്തുള്ള ലേഡിയും മോണിയും തമ്മിൽ ഒരു ഷൂട്ടൗട്ട് നടക്കുക. അതിൻ്റെ അവസാനം മോണി അവളെ വെടിവെച്ച് കൊല്ലാം. ശേഷം അവളെ പരിശോധിക്കുമ്പോൾ അവൾ ഒരു പോലീസുകാരിയാണെന്ന് മനസ്സിലാവാ. അവളും ഏതെൻ്റെ കൂട്ടാളിയായിരുന്നു കേട്ടോ. എന്നാൽ മോണിയപ്പോൾ വിചാരിക്കുന്നത് അവളും ജെസ്സിക്കിനെ അന്വേഷിച്ച് വന്നതാണെന്നാ. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ജെസ്സിക്കിനെ പൂട്ടിയിട്ടിരിക്കുന്ന വീടാ. അവിടെ ഏതൻ ജെസ്സിക്കിനെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന മാർക്ക് ആരെയോ വിളിക്കാൻ അവിടുത്തെ ലാൻഡ് ലൈൻ ഫോൺ എടുക്കുമ്പോൾ ജെസ്സിക്ക റയാനുമായി സംസാരിക്കുന്നത് അവൻ കേൾക്കാം. ഇത് കേട്ട് അരിശമുണ്ട മാർക്ക് വേഗം ജെസ്സിക്കിനടുത്ത് ചെല്ല. എന്നിട്ട് അവളെ നല്ലോണം അടിക്കുക. ഈ സമയം യാദൃശ്ചികമായി അവളുടെ കയ്യിൽ കിട്ടിയ ഒരു കത്തി ഉപയോഗിച്ച് ജെസ്സിക്ക മാർട്ടിനെ കുത്തുക. ശേഷം അവിടെ നോടി രക്ഷപ്പെടും. എന്നിട്ട് മകനെ രക്ഷിച്ച് കാറിൽ കയറി രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോൾ ഏതൻ അവിടേക്ക് വരും. ഇത് കാണുന്ന ഏതൻ ക്രേക്കിനെ അവളുടെ മുമ്പിലിട്ട് കൊല്ലാനായി ഒരുങ്ങുക. അതോടെ രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും അവൾ നിർത്തുക. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് ഏതൻ അവളെ നല്ലോണം പെരുമാറുന്നുണ്ട്. ഈ സമയം റയാൻ ഏതൻ്റെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് അവനെ വിളിക്കുക. എന്നിട്ട് റയാൻ ഏതനോട്, നിനക്ക് വേണ്ട വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്, നീ ജെസ്സിക്കയും കുടുംബത്തെയും വിട്ടയക്കുകയാണെങ്കിൽ ഞാൻ നിനക്കത് തരാം എന്ന് പറയും. ഏതനപ്പോൾ അത് സമ്മതിക്കുക. അപ്പം റയാൻ ഏതനോട് ജെസ്സിക്കയും കൂട്ടി സാന്റാ മോണിക്ക പേരിലോട്ട് വരാൻ പറയും. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ പോലീസ് ഓഫീസർ മോണിയാ. അവനും ആ ഷൂട്ടൗട്ടിൽ ചെറിയ രീതിയിൽ പരിക്കുകളൊക്കെ പറ്റുന്നുണ്ട്. അതിനവൻ അവിടെ വെച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ കുളി കഴിയ ടാനർ അവിടേക്ക് വരും. ഈ ടാനർ അവിടേക്ക് പറഞ്ഞു വിടുന്നത് ഏതനാ. അയാളും ഏതൻ്റെ സംഘത്തിലെ ഒരാളാ. ഈ റയാനെ നേരിട്ട് കണ്ടേക്കുന്നത് മോണി മാത്രമോ. അതുകൊണ്ട് മോണിയെ എങ്ങനെയെങ്കിലും സാന്റാ മോണിക്ക പേരിൽ കൊണ്ടുവരാൻ ഏതൻ പറയും. അപ്പം ടാനർ ചെന്ന് മോണിയോട് പറയും, ഈ റയാൻ സാന്റാ മോണിക്ക പേരിൽ നിന്ന് ഒരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ആരും അവനെ നേരിട്ട് കണ്ടിട്ടില്ല. കണ്ട നീയാണെങ്കിലോ ദേ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനിരിക്കുന്നു. അപ്പം മോണി, എനിക്ക് കാര്യമായി പരിക്കൊന്നുമില്ല, അവനവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പോയി പിടിക്കാമെന്ന് പറഞ്ഞ് മോണി ടാനറിൻ്റെ ഒപ്പം പോവാ. പിന്നെ കാണിക്കുന്നത് സാന്റാ മോണിക്ക പേരാട്ടോ. അവിടേക്ക് ഏതൻ ജെസ്സിക്കയും ഫാമിലിയൊക്കെ ആയിട്ട് വരും. അവരെ നോക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ട് ഏതൻ റയാനെ തപ്പി ഇറങ്ങാം. അപ്പോൾ റയാനാണെങ്കിൽ പെട്ടെന്ന് ആളെ തിരിച്ചറിയാതിരിക്കാൻ ഫുൾ മറക്കുന്ന കോട്ടൊക്കെ ഇട്ടാണോ നിൽക്കുന്നത്. എന്നാൽ റിയാൻ്റെ ഗേൾഫ്രണ്ട് അവളെ തിരിച്ചറിയും. എന്നിട്ട് അവൾ റയാനോട്, ഡാ, ഞാൻ തന്ന സാധനം നീ എൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്താ, നീ എന്നെ പറ്റിച്ച് വേഷം മാറി കറങ്ങി നടക്കാറില്ലേ എന്ന് പറഞ്ഞ് പൊരിഞ്ഞടി. ഈ സമയം അവിടെ എത്തിയ മോണി റയാനെ തിരിച്ചറിഞ്ഞ് അവൻ്റെ അടുത്തെത്തും. മോണിയുടെ വിചാരം ജെസ്സിക്കിനെ തട്ടിക്കൊണ്ട് പോയവരിൽ റയാനും ഉണ്ടെന്നാ. റയാനെ കയ്യിൽ കിട്ടിയതും ടാനർ മോണി അവിടുന്ന് മാറ്റാനുള്ള ശ്രമം തുടങ്ങി. മോണി, ഇവിടെ കിട്ടിയല്ലോ,
ഇനി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം, നീ ഹോസ്പിറ്റലിലേക്ക് പൊക്കോന്ന് പറഞ്ഞ് ടാനർ അവരുടെ കൂട്ടത്തിലുള്ള മറ്റൊരാളുടെ കൂടെ മൂണിയെ പറഞ്ഞു വിടാം. ശേഷം ടാനർ അവനെ ഏതൻ്റെ അടുത്ത് എത്തിക്കാം. റയാനെ കൈ കിട്ടിയതും ഏതൻ നല്ലോണം ഒന്ന് പെരുമാറുന്നുണ്ട്. ശേഷം അവൻ്റെ കയ്യിൽ നിന്ന് ആ ടേപ്പ് വാങ്ങി തല്ലി പൊട്ടിക്കുക. എന്നിട്ട് വാക്കി ടോക്കി വഴി റയാനെയും കിട്ടി എല്ലാ തെളിവുകളും നശിപ്പിച്ചു എന്ന് ഏതൻ തൻ്റെ കൂടെയുള്ളവരോട് പറയാ. ഇത് മോണി തൻ്റെ കൂടെ വന്നവൻ്റെ വാക്കി ടോക്കി വഴി കേൾക്കുക. അതോടെ ടാനറും തൻ്റെ കൂടെ വന്നേക്കുന്നവരും എല്ലാം ജെസിക്കിനെ തട്ടിക്കൊണ്ടുപോയവർ ഉൾപ്പെടുന്നവരാണെന്ന് അവന് മനസ്സിലാവാ. ഇത് മനസ്സിലാക്കിയ മോണിയുടെ കൂടെ വന്നവൻ മോണിയെ ആക്രമിക്കുക. എന്നാൽ മോണി അവരെ കീഴ്പ്പെടുത്തി കൈവിലങ്ങിട്ട് നേരെ റയാനെയും ടാനറിനെയും തേടി ഇറങ്ങാം. ഈ സമയം റയാൻ്റെ ഫ്രണ്ട് ഒരു കോമാളി വേഷവും കെട്ടി അവൻ അന്വേഷിച്ച് അങ്ങോട്ട് വരുന്നുണ്ടോ. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്കാവും. ഇത് മനസ്സിലാക്കി റയാൻ അവിടെ നിർത്ത് കടലിലേക്ക് ചാടും. എന്നിട്ട് എങ്ങനെയൊക്കെ നീന്തി കരക്കെത്തും. ശേഷം ഒരു ബോട്ട് ഹൗസിൽ കയറി അവൻ ഒളിക്കും. പുറകെ ഏതനും ടാനറും അവിടേക്ക് വരുന്നുണ്ടോ. അവിടെ വെച്ച് റയാൻ ഇവരെ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ ഇവരെ കീഴ്പ്പെടുത്തി കൊല്ലാനായിട്ട് ഒരുങ്ങുക. ഈ സമയത്ത് കൃത്യമായി നമ്മുടെ മോണി അവിടേക്ക് വരും. പിന്നെ അവിടെ ഒരു പൊരിഞ്ഞ ഫൈറ്റാ. ആ ഫൈറ്റിനൊടുവിൽ ഏതനെ മോണി വെടിവെച്ച് കൊല്ലാം. ഇതിനിടയിൽ ആരും കാണാതെ നമ്മുടെ ടാനർ അവിടെ നിന്ന് രക്ഷപ്പെടും. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ജെസിക്കയും കുടുംബത്തെ കൊണ്ടുവന്നേക്കുന്ന വണ്ടിയാ. അവിടെ ഇപ്പോൾ ജെസിക്ക രക്ഷപ്പെടാനായി ഒരു ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ അതിൻ്റെ അവസാനമായാൽ ജെസിക്കനെ കൊല്ലാനായി പൂക്കെടുക്കുക. ഈ സമയം റയാൻ അവിടെ വന്ന് അയാൾ അടിച്ചിടുന്നുണ്ട്. പിന്നെയെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. വലിയൊരു പോലീസ് ടീമും മെഡിക്കൽ ടീമും അങ്ങോട്ട് വരുക. എല്ലാവർക്കും ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കും. ഈ സമയം ടാനർ ഒന്നും അറിയാത്ത പോലെ അവിടേക്ക് വരുക. തനിക്കെതിരെ തെളിവുകളൊന്നും ഇല്ലാന്ന് കരുതിയാ അവൻ അങ്ങോട്ട് വരുന്നേ. എന്നാൽ റയൻ ആ ടേപ്പ് കിട്ടിയപ്പോൾ തന്നെ അത് മൊബൈലിലേക്ക് പകർത്തിയിരുന്നു. അങ്ങനെ ടാനറും കുടുങ്ങും. അതോടെ എല്ലാം ശുഭകരമായി അവസാനിക്കും. അപ്പോൾ ജെസിക്ക റയാനോട് താങ്ക്സ് പറയാൻ വരുന്നുണ്ട്. അപ്പോൾ റയാൻ, നന്ദിയൊന്നും വേണ്ടേ, ഇനി നീ അബദ്ധത്തിൽ പോലും എന്നെ ഫോണിലോട്ട് വിളിക്കരുതെന്ന് പറയും. ഇത് കേട്ട് രണ്ടുപേരും ചിരിക്കുന്നിടത്ത് ഈ സിനിമ അവസാനിക്കുക. അപ്പോൾ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു മൂവിയായി വന്നവരേക്കും ബൈ.